നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരി. നമസ്കാരം. AICC ജനറൽ സെക്രട്ടറിയായ സംഘടന ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ MPക്ക് ഇത്രയും ഭാരിച്ച ജോലികൾ ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം പോലും കരുതി കാണില്ല അല്ലേ? എന്തൊക്കെ ചെയ്യണം? രാഹുൽ ഗാന്ധിയുടെ സമര പരിപാടികൾ ഓർഗനൈസ് ചെയ്യണം. രാജ്യമൊട്ടുക്ക് നമ്മുടെ പല BJP സർക്കാരിനെതിരെ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ കാര്യങ്ങൾ നോക്കണം. ലോക്സഭയ്ക്കകത്തെ MP എന്ന നിലയിൽ ലോക്സഭയ്ക്കകത്ത് സജീവമായി നിൽക്കണം. പിന്നെ കേരളത്തിലെ രാഷ്ട്രീയം, മുഖ്യമന്ത്രി വി ഡി സതീശനെ അടക്കം മന്ത്രിസഭയെ അടക്കം താൻ നോമിനേറ്റ് ചെയ്ത മന്ത്രിമാരെ അടക്കം മോണിറ്റർ ചെയ്യണം. അങ്ങനെ കടുത്ത വളരെ ഭാരിച്ച ഓരോ ദിവസവുമാണ് KC വേണുഗോപാലിൻ്റെതായി കടന്നു പോകുന്നത് അല്ലേ? ചൈനയും കയറി പിടിച്ചിരിക്കുന്നത്. നമ്മുടെ അതിർത്തിയിലും കയറി ഒരു മക്മോഹൻ ലൈനിനെക്കുറിച്ചും അല്ലേ, നമ്മുടെ LOCയിൽ ഒക്കെ പുതിയ പരാമർശങ്ങൾ, അതുപോലും അദ്ദേഹം വെറുതെ വിടുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ എന്തെങ്കിലുമൊക്കെ അവിടെ ഒന്നും യഥാർത്ഥ നിയന്ത്രണ രേഖ ഇതുവരെ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ സ്റ്റാറ്റസ് കോ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതിനൊക്കെ ഉത്തരവാദികൾ ആരൊക്കെയാണ്? മുമ്പ് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ തന്നെയാണ്. ഇനി അത് ഈ ഇരുട്ടിനെ അടയ്ക്കാൻ പറ്റില്ലല്ലോ. വോട്ടടയ്ക്കാൻ പറ്റില്ല. അത് ഒരു കാരണവശാലും അത് നടക്കില്ല അല്ലേ? ശരിക്കും അദ്ദേഹത്തിൻ്റെ പുതിയ ഈ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഈ കോൺഗ്രസിന് പൊതുവേ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഇപ്പോൾ വിശ്വാസമല്ലാതായി മാറിക്കഴിഞ്ഞു. അവർ എല്ലാം, കോടതി അടക്കം എല്ലാത്തിനോടും അവർക്ക് വലിയ സംശയമാണ്. ആർമി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനറൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഗത്ത്, അതായത് അപ്പർ സുബർണസിരി മേഖലയിലേക്ക് ചൈനയുടെ ഒരു ഇൻകർഷൻ, ചൈന കടന്നുകയറ്റം, ചൈനീസ് PLA പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ വെൽഫെയർ സൊസൈറ്റി ആണ് ആദ്യം ഈ സംശയം ഉന്നയിച്ചത്. അതിനുശേഷം ഇന്ത്യൻ മിലിറ്ററി അവിടെ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇന്ത്യൻ മിലിറ്ററി അവിടെ പരിശോധിച്ചതിന് ശേഷം അങ്ങനെയൊന്നും സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് ആർമി ജനറലും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിരൺ റിജിജുവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇതുവരെയും വിശ്വാസം വന്നിട്ടില്ല. ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തും ഇങ്ങനെയാണ് സംഭവിച്ചത്. അതായത് ശത്രു രാജ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അവർ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതിപക്ഷം ചോദിക്കുന്നത്. നിങ്ങൾ അവിടെ ആക്രമിച്ചു എന്നതിന് എന്താണ് തെളിവ്? യഥാർത്ഥത്തിൽ അവിടെ ചോദ്യം ചെയ്യുന്നത് രാജ്യത്തെ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുന്ന ആർമിയെ തന്നെയാണ്. ഇവർ ഈ രീതിയിൽ ആർമിയെയും പട്ടാളത്തെ തന്നെ, മിലിറ്ററിയെ തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം ഈ കോൺഗ്രസിന് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായും ഈ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരുവാനായിട്ട് കാരണം നെഹ്റു തന്നെയാണ്. നെഹ്റുവാണ് ഇതിൻ്റെ ഏറ്റവും പ്രൈമറി റെസ്പോൺസിബിലിറ്റി നെഹ്റുവിനാണ്. നെഹ്റുവാണ് ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചത്. എന്നാൽ അതിനെയൊക്കെ ഒന്ന് മാറ്റിമറിക്കുവാൻ വേണ്ടി പിന്നീട് അധികാരം കിട്ടിയപ്പോൾ പോലും, ഏറ്റവും ഒടുവിൽ അധികാരം കിട്ടിയപ്പോൾ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് ആ ഭാഗത്തേക്ക് റോഡുകൾ നിർമ്മിക്കുവാൻ പോലും, അതായത് ബോർഡർ മേഖലകളിലേക്ക് റോഡ് നിർമ്മിക്കുവാൻ പോലും കോൺഗ്രസ്സിന് സാധിച്ചില്ല. അന്ന് AK ആൻ്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ചൈനയെ ഈ ബോർഡർ റോഡുകൾ നിർമ്മിച്ച് ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പിന്നീട് അവർ ചെയ്തു. അതെ, അവർ വിമാനത്താവളങ്ങൾ വരെ നിർമ്മിച്ചില്ല. ചെറിയ വിമാനത്താവളങ്ങൾ വരെ നമ്മുടെ അതിർത്തിക്ക് അപ്പുറം നിർമ്മിച്ചു. അതെ. അപ്പം അങ്ങനെ നമ്മുടെ ആൾക്കാരെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനും അവിടുത്തെ ഒരുപാട് ആൾക്കാർ, ആ ഭാഗങ്ങളിലുള്ള ബോർഡറിലുള്ള ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയി. അവരെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ആ സ്ഥലം ഉപേക്ഷിച്ച് പോകാനായിട്ട് തയ്യാറായി. ഇനി എങ്ങനെയാണ് ഈ ടിബറ്റിൻ്റെ പ്രദേശത്തിലേക്ക് ചൈന തന്നെ എത്തുന്നത്? അതിന് ഒരു വലിയ കാരണം നെഹ്റുവാണ്. നെഹ്റുവിനോട്, ഇന്ത്യയോട്, പ്രധാനമായും ഇന്ത്യയാണല്ലോ ഒരു അയൽരാജ്യം, ആ വലിയ അയൽരാജ്യമായ ഇന്ത്യയോട് 1950കളിൽ തന്നെ ദലൈലാമ പറയുന്നുണ്ടായിരുന്നു, ഇതാ ചൈന ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് പറഞ്ഞുള്ള കാല് പിടിച്ച് അപേക്ഷിക്കുകയുണ്ടായി. അന്ന് കേട്ടില്ലായിരുന്നു. അന്ന് ചൈനയ്ക്കെതിരെ ഇപ്പം പാകിസ്ഥാനെ US സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പാകിസ്ഥാന് ആയുധങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചൈനയെ മാറ്റി നിർത്തിയിട്ട്, അതായത് ഐക്യരാഷ്ട്രസഭയിൽ ചൈനയെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാനത്ത് ഇന്ത്യയെ കൊണ്ടുവരാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു ആ സമയത്ത് അമേരിക്ക. പക്ഷെ അതുപോലും ശരിയായ കീഴ്വഴക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞത് നെഹ്റുവാണ്. അതായത് നമ്മൾ ചെയ്തു കൊടുത്തത് ഉപകാരങ്ങൾ മൊത്തം ചൈനയ്ക്കാണ്.
അതിനുശേഷം ഒടുവിൽ നമ്മൾ നമ്മുടെ ആയുധപ്പുരയും തുറന്നു കാണിച്ചു കൊടുത്തു. ഇവിടെ ഒന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ 1962 നമ്മളെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. 59 ടിബറ്റും പിടിച്ചെടുത്തു. ഈ ടിബറ്റ് പിടിച്ചെടുത്തോടുകൂടിയാണ് ഈ മേഖലയുടെയൊക്കെ അടുത്തേക്ക് ചൈനയുടെ അതിർത്തി വരുന്നത്. അല്ലെങ്കിൽ ചൈന അക്സൈജിനുമായിട്ട് ചൈനയ്ക്ക് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അക്സൈജിൻ പിടിച്ചെടുക്കുന്നതിനും ഈ പ്രദേശങ്ങളെല്ലാം ഇൻസ്റ്റബിലിറ്റിയിലേക്ക് ആക്കുന്നതിനും പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ഭാഗത്തെ ബോർഡർ ഡിസ്പ്യൂട്ടുകളുടെ പ്രധാനപ്പെട്ട കാരണക്കാരൻ നെഹ്റുവാണ്. അതൊരു നിസ്സംശയമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നെഹ്റുവിൻ്റെ പാരമ്പര്യം പേറുന്ന ഈ വിഭാഗക്കാർ പിന്നീട് തെരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിൽ വരുമ്പോഴും ഇതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിർത്തി മേഖലയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ചൈനയുടെ ഈ സലാമി സ്ലൈസിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചൈനയുടെ ഒരു പോളിസി ഉണ്ട്, കുറച്ച് അത് കയറി വരിക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗൽവാനിൽ നമ്മളുടെ കയറി ചൊറിഞ്ഞത്. തിരിച്ചങ്ങോട്ട് നല്ല പണിയും കൊടുത്തു, 35 എണ്ണത്തിനെ തട്ടി. തീർച്ചയായും. പക്ഷെ അവർ വെളി പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ വീഡിയോ സഹിതം പുറത്തു വിട്ടു. അപ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായ കാര്യമാണ്. അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയെ അടയ്ക്കണം, അല്ലെങ്കിൽ ഈ നമ്മുടെ ഒട്ടകപക്ഷി ഈ മണ്ണിൽ തല പൂഴ്ത്തി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ, എന്ന് കേൾക്കുന്നത് പോലെ, അതുപോലെ ഈ മണ്ണിൽ പൂഴ്ത്തി വെച്ചിട്ട് അന്ധത്വം, അതായത് മറ്റാൾക്കാരൊന്നും ലോകം കാണുന്നില്ല എന്ന് കോൺഗ്രസ് സ്വയം തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു വാർത്തകളിലൂടെയും ആൾക്കാർക്ക് സത്യം മനസ്സിലാവുന്നുണ്ട്. ഇതാണ് വാസ്തവം. ഇങ്ങനെ വരുമ്പോൾ ഈ KC വേണുഗോപാലിൻ്റെ ഇപ്പോഴത്തെ വാദം അത് വളരെ ഏത് തരത്തിലായിരിക്കും അത് വിവാദത്തിന് വഴിതെളിക്കുക? അല്ല, ഇത് വിവാദത്തിന് വഴിതെളിക്കുന്നതിനപ്പുറം KC വേണുഗോപാലിനെ പുച്ഛിച്ച് തള്ളും ആൾക്കാർ. കാരണം ഒന്ന് പുച്ഛിച്ച് തള്ളും, അതിനപ്പുറം അങ്ങ് പറഞ്ഞ പോലെ വിവാദത്തിന് വഴിതെളിക്കും. കാരണം ഇന്ത്യയുടെ ഒരു പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർമിയെ പല തവണയായി ഇവരിങ്ങനെ സംശയിക്കുന്നുണ്ട്, കോടതിയെ സംശയിക്കുന്നുണ്ട്. നമ്മെ കാത്ത് സംരക്ഷിക്കുന്ന നമ്മുടെ ആർമിയെ, നമ്മുടെ മിലിറ്ററിയെ ഈ രീതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ദേശസ്നേഹത്തിനെ തന്നെയാണ് സംശയത്തിൽ ആൾക്കാർ നിർത്തുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതിനുള്ള കൃത്യമായ മറുപടി ദേശസ്നേഹികളായ മനുഷ്യർ കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ വന്ദേ മാതരത്തിൻ്റെ വിഷയം വന്നു. വന്ദേ മാതരത്തിൻ്റെ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് എന്താണ് ചെയ്തത്? കോൺഗ്രസ് അത് എന്തായാലും വന്ദേ മാതരം പാടി, എന്നാൽ മിണ്ടാതെങ്കിലും നിൽക്കണ്ടേ? അവിടെ നിന്നും കൊണ്ട് കൈയെടുത്ത് കാണിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ഇത് വന്നൊരു കമൻ്റാണ് വളരെ തിരിച്ച് മരിച്ചു പോയി. ഇതിന് താഴെ ഒരു കമൻറ്റ്, ഇടയ്ക്ക് വെച്ച് നിർത്താൻ ഇത് ക്യാബറേ ഡാൻസ് അല്ല അമ്മായി എന്ന് പറഞ്ഞുകൊണ്ടൊരു കമൻറ്റ് താഴെ. നാട്ടുകാരെ കൊണ്ട് ഈ കാര്യങ്ങൾ പറയിക്കണം. ഈ ഇത്രയും പ്രായമായ ഒരു വ്യക്തിത്വമാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധിക്കൊക്കെ ഇതൊക്കെ കേൾക്കണം. സോണിയാഗാന്ധിക്ക് അറിയാമായിരിക്കുമല്ലോ, സോണിയാഗാന്ധി അവിടെ കൊണ്ടുവന്നവർക്കറിയാം വന്ദേമാതരം പാടുമെന്ന്. പക്ഷെ എന്താണ് അത് ചിട്ടപ്പെടുത്തിയ വക്താവ് പറയുന്നത് എന്താണ്? ഈ സേവാദളിൻ്റെ ആള് മുഴുവൻ പാടരുതെന്ന് പറയാൻ മറന്നുപോയി. അതൊക്കെ ഒരു എക്സ്ക്യൂസ് ഒന്നുമില്ല. പാടുന്നവർ മുഴുവൻ പാടും. അല്ല, കോൺഗ്രസ് മനഃപൂർവ്വം തന്നെ ഈ വൈദേശിക പാർട്ടി, ഇപ്പൊ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു വിദേശ പാർട്ടിയാണ്. വിദേശിയായിട്ടുള്ള അതിൻ്റെ അധ്യക്ഷ വന്ദേമാതരം കേൾക്കുമ്പോൾ ഹാലിളകുന്നു. യഥാർത്ഥത്തിൽ വന്ദേമാതരം ഹലാലാക്കി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വിദേശികളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിരുന്നത്, ആശങ്കപ്പെടുത്തിയിരുന്നത് ബ്രിട്ടനെയാണ്. നോക്കൂ, 100 കോടി കണ്ഠങ്ങൾ, 100 കോടി ഏറെ കരങ്ങളുള്ള ഭാരതാംബയാണ് അതിനകത്ത് പറയുന്നത്. ആലോചിച്ച് നോക്കണം, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയുമാണ് ഭാരതാംബയുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത്തരത്തിലുള്ള 100 കോടി മനുഷ്യർ, കോടാനുകോടി മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടനെ എതിർക്കും എന്നാണ് വന്ദേമാതരത്തിൽ പറയുന്നത്. ദേശഭക്തിയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ്. ഭാരതത്തിൻ്റെ ചരിത്രത്തെ, ചരിത്ര പഴമയെ, അതിൻ്റെ പൗരാണികതയെ ഒക്കെ അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ കൊണ്ടുപോയി വയ്ക്കുന്ന ഗീതമാണ് വന്ദേമാതരം. അങ്ങനെ ഒരു ഗീതത്തിനെതിരെയാണ് ഇവർ ഇപ്പോൾ ചലിച്ചിരിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ എത്രയോ സാംസ്കാരിക ചിഹ്നങ്ങളുണ്ട്. ഹൈന്ദവ ദേശീയതയുടെ ഭാഗമാണ് ഭാരതം. അത് ആർക്കും തന്നെ തർക്കമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഓണം ആഘോഷിക്കുന്നു, തിരുവോണമാണ് ആഘോഷിക്കുന്നത്. തിരുവോണം ആരുടെ ജന്മനാളാണ്? അത് മഹാവിഷ്ണുവിൻ്റെ ജന്മനാളാണ്. മഹാവിഷ്ണുവിൻ്റെ ജന്മനാൾ ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്ന കേരളത്തിൽ വന്ദേമാതരത്തിന് എന്ത് വിലക്ക്? ആർക്കും ഒരു പ്രശ്നവും തോന്നില്ല. ഇനി പ്രശ്നം തോന്നിയാലേ ഉള്ളൂ. ഇതുവരേക്കും ആർക്കും കേരളത്തിൽ ദേശീയ ഉത്സവമായി ഓണം ആഘോഷിക്കുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ സാംസ്കാരികതയുടെ ചിഹ്നങ്ങൾ വളരെ കൃത്യമായി ഭാരതത്തിൽ അമ്പാടും ഇമ്പാടും ഉപനിഷത്ത് വാക്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെയാണിത്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയൊക്കെ തുറന്നെതിർക്കുന്നു, കോടതിയെ തുറന്നെതിർക്കുന്നു. കോടതിയെ വിശ്വാസമില്ല, ഇലക്ഷൻ കമ്മീഷന് വിശ്വാസമില്ല,
ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും അവർ വോട്ട് ചോരി ആരോപിക്കുന്നു. ഇത്രയേറെ ജനസംഖ്യയുള്ള 150 കോടിയോളം ജനസംഖ്യയുള്ള ഭാരതത്തിന്റെ വളരെ നിർണായകമായ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും തോറ്റപ്പോഴും പഴി BJP. അതെ 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 മനപ്പുറം തോറ്റു കൊടുത്തു. അല്ലെങ്കിൽ ഇവർ പറയും BJP ജയിച്ചാൽ പറയും വോട്ട് ചോരിയാണ്, അത് മനപ്പുറം തന്നെ ഈ ഇലക്ഷൻ നമ്മുടെ വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദങ്ങളും. അങ്ങനെ ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വിശ്വാസമില്ല, ദേശീയതയിൽ വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. മറ്റാരെങ്കിലും വന്ന് ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ടാളത്തിൻ്റെയോ നമ്മുടെ മിലിറ്ററി ആൾക്കാരുടെയോ ഒക്കെ പേഴ്സൻ്റെ തലയറുത്ത് വിടുമ്പോഴത്തേക്കും അത് നിശബ്ദമായി നോക്കി നിൽക്കുവാനേ ഇവരുടെ ഭരണസമയത്ത് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. ഭീകരവാദികൾ ഇവിടേക്ക് കയറി വന്ന് ആക്രമിക്കുമ്പോഴും ആ ആക്രമണത്തിന് സമാധാനത്തിൻ്റെ പാതയിൽ ചിന്തിക്കുവാനാണ്. പക്ഷേ നേരെ മറിച്ച് അതിനുശേഷം 2014 ശേഷം സംഭവിച്ചത് എന്താ? നമ്മെ ആക്രമിച്ചതിന് തീർച്ചയായും വളരെ കൃത്യമായ മറുപടി ഉടൻ തന്നെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് കൊടുക്കുന്നു. അവരൊന്നും ഭയക്കുന്നു, ഭാരതത്തിനെ തൊടാൻ എന്ന് ലോകരാജ്യങ്ങൾ ഭയക്കുന്നു, ചൈന ഭയക്കുന്നു, അമേരിക്ക ഭയക്കുന്നു, ഇവരെല്ലാവരും തന്നെ ഭയക്കുന്നു. ഭാരതത്തെ വിളിക്കുന്നു ഈ പ്രശ്നം ഒന്ന് ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നതിന് ഭാരതം എത്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നിവർ ഓപ്പണായി തുറന്നു പറയുന്നു. അങ്ങനൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഇവർക്ക് ആരെയും വിശ്വാസമില്ല. നാ വെൽഫെയർ സൊസൈറ്റി ഇങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആർമി ചെന്ന് അവിടെ പരിശോധിക്കുമ്പോൾ അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇതിന് ഇപ്പോൾ മക്മോഹൻ ലൈൻ വളരെ കൃത്യമായ രീതിയിൽ മക്മോഹൻ ലൈൻ അവിടെ ഇല്ല, ഉള്ള ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്. അവിടെ കൃത്യമായ രീതിയിൽ അതിർത്തികൾ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആൾക്കാർക്ക് സംശയം സ്വാഭാവികമായി തോന്നുന്നതാണ്. അത് പക്ഷേ വളരെ കൃത്യമായിട്ട് അറിയാമെന്നുള്ള ആർമി പേഴ്സൺ അവിടെ ചെന്ന് വളരെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ചെന്ന് പരിശോധിക്കുകയും അത് കുഴപ്പമൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും. ഇല്ലെങ്കിൽ ഗാൽവാനിൽ തിരിച്ചടിച്ച സൈന്യത്തിന് ഇതിന് അടിക്കാനാണോ പാട്? നമ്മുടെ ഒരു ഇഞ്ച് മണ്ണ് അവർ തൊട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മണ്ണ് അമ്മയാണെന്നും ഈ മണ്ണ് ഈശ്വരനാണെന്നും കണക്കാക്കുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് സർവ്വസ്വാതന്ത്ര്യം കൊടുത്തങ്ങ് വിട്ടൊക്കെയാണ്. നിങ്ങൾ അടിച്ചാൽ അങ്ങനെ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞൊക്കെയാണ്. അവർ മര്യാദയ്ക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഗൽവാൻ വിഷയം നടന്ന് സൈനിക തലത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക തലത്തിൽ നടന്ന ഉന്നതല ഒരുപാട് കൂടിക്കാഴ്ചകൾ നടന്നു. അതിനുശേഷമാണ് അവർ പഴയ പൊസിഷനിലേക്ക് പിന്നോട്ട് പോകാൻ രണ്ട് സൈന്യം, കാരണം ചൈനീസ് സേന ഗൽവാനിൽ അതിർത്തി കടന്നിങ്ങ് എത്തിയപ്പോൾ ഇന്ത്യയും അതേപടി സ്വാഭാവികമായിട്ട് നമ്മളും അതേപടി ഫോർവേഡ് ചെയ്തു, മുന്നോട്ട് പോയി. പിന്നെ പഴയ സ്ഥാനങ്ങളിലേക്ക് റീഡിപ്ലോയ് ചെയ്യാനുള്ള തീരുമാനം വന്നു. അത് കൃത്യമായി ആദ്യം ചൈന റീഡിപ്ലോയ് ആയി, അവർ തിരികെ പോയി. പിന്നീടാണ് അവർ മറ്റേ മല ഇറങ്ങി പർവ്വതം ഇറങ്ങിയൊക്കെ ബാക്കിലോട്ട് പോയി. പിന്നെയാണ് ഇന്ത്യയും ഒന്ന് മാറിക്കൊടുത്തത്. പിന്നെ അതിനുശേഷം വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ചൈന കടന്നു കയറിയെന്നോ. കാരണം ഇനി അത് നടക്കത്തില്ല. കാരണം ചൈനയ്ക്കും അറിയാം അത് ഇനി ഇന്ത്യയെ പിണക്കിയാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മേലുള്ള ഏതൊരു കടന്നു കയറ്റവും ചൈനയ്ക്ക് വൻ വിപത്തായി മാറുമെന്ന് അവർക്ക് അറിയാം. യുവഭൂമികയാണ് നമ്മുടെ ആർമി തന്നെ. ഏറ്റവും വലിയ ഏജ് 32 വയസ്സാണ് ഇപ്പോൾ. വളരെ സ്ട്രാറ്റജിക്കലി ബ്രില്യൻ്റ്, അടിക്കാൻ വേണ്ടിയിട്ട് കരുത്തരായ യുവ നേതൃത്വമാണ് ഇന്ത്യൻ മിലിറ്ററിക്കകത്തിരിക്കുന്നത്. അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചൈന പിന്നോട്ട് പോകും. അവർക്ക് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, നമുക്ക് വളരെ നല്ല ജനസ്വാധീനമുണ്ട് വിദേശ രാജ്യങ്ങളിലെ സ്വാധീനമുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവർ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, ഒറ്റപ്പെട്ടു പോകുന്നു. അതെ. അപ്പം ഷിംല കോൺഫറൻസ് 1914 അത് അവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കൺവെൻഷനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതിനുശേഷം പിന്നീട് എത്രയോ കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴൊന്നും അവരൊന്നും തയ്യാറായില്ല. തീർച്ചയായിട്ടും ഉടൻ തന്നെ ഇതിനും ഒരു പരിഹാരം ഉണ്ടാകും. രാജ്യത്തെ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ഓരോന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും ചൈനയെ കൊണ്ട് അവിടെ ആ ഫോൾഡിലേക്കും കൊണ്ടെത്തി. ഇപ്പം തന്നെ ചൈന ബ്രഹ്മപുത്രയിൽ ഒരു ഡാം നിർമ്മിക്കാൻ പോയി, അത് പിൻവലിച്ചു. പ്രസിഡന്റ് വരുന്നുണ്ട്, സെപ്റ്റംബറിൽ വരുമെന്നാണ് അറിയുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രസിഡന്റ് വരുന്നൊരു സാഹചര്യത്തിൽ സൈന്യം കടന്നു കയറുന്ന ആ ഒരു നിമിഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, പ്രത്യേകിച്ച് ചൈനയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് അങ്ങനെ സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി വരില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിച്ച് സൈന്യത്തിൻ്റെ മേളിലെല്ലാം കൊണ്ട് എല്ലാം സൈന്യത്തിൻ്റെ തലയിൽ കൊണ്ട് കുറ്റം ചുമത്തുന്നതിന് പകരം ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ. കാരണം ലഡാക്ക് വരെ ഇപ്പോൾ റോഡുണ്ട് അല്ലേ, 4 വരി പാതയുണ്ട് ലഡാക്കിലൊക്കെ. ലഡാക്കിലൊക്കെ 4 വരി പാതയുണ്ട്, വിമാനം നേരത്തെ സൈക്കിൾ പോലും കടന്നു പോകാത്ത വഴികളിൽ ദേശീയപാതയിൽ വിമാനം ഇറക്കാം. അതെ, ദിബ്രുഗഡിലിറക്കാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്ന് അന്വേഷിച്ചിട്ട് ഇതൊക്കെ ഒന്ന് അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. എന്തായാലും ഈ കോൺഗ്രസ്സുകാർക്ക് മറ്റു വിഷയമൊന്നുമില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ ഈ വന്ദേ മാതരം വിഷയത്തിൽ നിന്നും ഒന്ന്
പുറത്ത് കിടക്കണം, അതിനുവേണ്ടിയാകണം അല്ലേ? അതെ. എന്തായാലും നമുക്ക് ഇനി എന്താണ് അടുത്ത കെ സി വേണുഗോപാൽ എം പിയുടെ അടുത്ത കൂരം ബന്ധം നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം അല്ലേ?